ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ കിച്ചണിൻ്റെ ഏരിയയിൽ തന്നെ വരുന്ന സ്വിച്ച് ബോർഡുകൾ, അതിൻ്റെ ഹൈറ്റ്, പിന്നെ സ്ലാബിൻ്റെ ഹൈറ്റ്, അതുപോലെ തന്നെ ഹോബ്, അതായത് ചിമ്മിണി കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത്. ആദ്യമായിട്ട് തന്നെ നോക്കാം, സിങ്കിൻ്റെ ഏരിയയാണ് നമ്മൾ ഈ താത്തിയിട്ടിരിക്കുന്നത്. നമുക്കറിയാൻ പറ്റും, സ്ലാബ് ചെയ്യുന്ന സമയത്ത് സിങ്കിൻ്റെ ഏരിയ ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ട് മുകളിൽ 2 ടാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ടാപ്പിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇഞ്ച് ഓളം പൊങ്ങിയാണ് ഗ്രാനൈറ്റ് വരുന്നത്. അതിൽ നിന്ന് ഒരു 6 ഇഞ്ചോ 6 ഇഞ്ചിന് മുകളിൽ അല്ലെങ്കിൽ 5 ഇഞ്ച് മുകളിലായിട്ടാണ് നമ്മൾ ടാപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ 2 ടാപ്പിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അകലം ഏകദേശം 6.5 ഇഞ്ചാണ് വരുന്നത്. 2 ടാപ്പുകൾ തമ്മിലുള്ള അകലം 6.5 ഇഞ്ച്. ഇനി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ലാബിൽ നിന്നും ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മളൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ ഹൈറ്റ് 2 ഇഞ്ചോളം പൊങ്ങി ഓൾറെഡി ഗ്രാനൈറ്റിൻ്റെ ഫിനിഷിങ് വരുന്നുണ്ട്. ആ ഗ്രാനൈറ്റിൽ നിന്ന് ഏകദേശം 1 അടി പൊക്കത്തിലാണ് നമ്മുടെ ഈ ബോക്സ് വരുന്നത്, അതിൻ്റെ അടിവശം വരുന്നത് ബോക്സിൻ്റെ. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ബോക്സ് ഉണ്ടോ, ഇത്രയും ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടാണ് അതിന് മുകളിലേക്കാണ്. അപ്പോൾ അത്രയും ഭാഗം മുകളിൽ നിന്നും താഴേക്ക് വരുന്ന ഏരിയയാണ്. ആ ഏരിയയിലെ ടൈൽ ഒട്ടിക്കുന്നത്, 2 അടി ടൈൽ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ ഈ ബോക്സ് നിൽക്കാനായിട്ട്, കാണാൻ ഭംഗിയായിരിക്കും. ഇതുപോലെ തന്നെ ഈ സെക്ഷനും അതുപോലെ തന്നെയാണ് വരുന്നത്. ഈ തൊട്ടുപുറത്തെ ബോക്സിലാണ് നമ്മൾ, സിങ്കിൻ്റെ തൊട്ടടുത്തുള്ള ബോക്സിലാണ് നമ്മൾ മോട്ടറിൻ്റെ സ്വിച്ച് കൊടുക്കേണ്ടത്. ഈ ബോക്സിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടോ, ഗ്രാനൈറ്റ് ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ ടൈൽ ഒട്ടിക്കുന്ന ആ ലെവലിൽ വരുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന രീതിയിലാണ് വരുന്നത്. ഇതും അതുപോലെ തന്നെയാണ് വരുന്നത്. അതായത് ഈ സെക്ഷനിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ പ്ലഗുകളാണ്, ഇൻഡക്ഷൻ കുക്കർ, അങ്ങനെ ഏരിയകളിലൊക്കെ നമുക്ക് പവർ പ്ലഗ് നമുക്ക് കൊടുക്കാം. പിന്നെ ഈ കോർണറിൽ നോക്കുക, ഈ കോർണറിലും അതുപോലെ തന്നെ തൊട്ട് താഴെ 2 ഇഞ്ച് സ്ലാബ് ഗ്രാനൈറ്റ് വരുന്നത്, അതിൻ്റെ മുകളിൽ നിന്ന് 1 അടി പൊക്കിയായിട്ടാണ് ബോക്സ് വരുന്നത്. അപ്പോൾ ഈ ബോക്സ് വയ്ക്കുന്നതെല്ലാം ഒരേ ലെവലിൽ തന്നെ ആയിരിക്കുകയാണെങ്കിൽ നീറ്റായിരിക്കും കാണാൻ, കിച്ചൺ കാണാൻ ഭംഗിയായിരിക്കും കാണാൻ. എല്ലാം ഒരേ ലെവലിൽ തന്നെ ബോക്സിലിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോബിൻ്റെ ഏരിയയാണ് നമ്മൾ ചെയ്യുന്നത്. ഹോബ് എന്ന് വെച്ചാൽ ചിമ്മണിയാണ് ചെക്ക് ചെയ്യുന്നത്. ഈ ചിമ്മണി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഏരിയ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഏരിയ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു 2 മോഡുകളുടെ ബോക്സ് കാണാൻ, അതുപോലെ തന്നെ തൊട്ട് താഴെയും 2 മോഡുകളുടെ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സ്ലാബിൻ്റെ തൊട്ട് താഴെയായിട്ട്. ഇവിടെയാണ് നമ്മൾ ചിമ്മണി വയ്ക്കുന്നത്. ഈ ചിമ്മണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ തന്നെ പാചകം ചെയ്യുന്ന സമയത്ത് നമ്മുടെ അതായത് വരുന്ന അതിൻ്റെ സ്മെല്ല് കാര്യങ്ങൾ വലിച്ചു കളയാൻ വേണ്ടി, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി വെക്കുന്നതാണ് ചിമ്മിണി, അല്ലെങ്കിൽ ഹോബ് എന്ന് പറയുന്നത്. ഈ സ്ഥലത്താണ് നമ്മൾ വെക്കുന്നത്. ഇതിൻ്റെ താഴെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലാബിന് തൊട്ട് താഴെ, അതായത് ഫിനിഷിംഗ് ലെവൽ, സ്ലാബിൻ്റെ നിന്നും മുകളിൽ നിന്നും ഏകദേശം 1 അടി താത്തി വെച്ചാൽ മതി. സ്ലാബിൽ നിന്നും താഴേക്ക് 1 അടി താത്തി വെച്ചാൽ മതി. അത് ചില ഹോബുകൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഹോബുകൾക്ക് നമ്മൾ ബാറ്ററി ടൈപ്പ് വരുന്നുണ്ട്, അതായത് ഗ്യാസ് കത്തിക്കാൻ ബാറ്ററി ടൈപ്പ് വരുന്നുണ്ട്, അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇലക്ട്രിക്കൽ കൊടുക്കുന്ന ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് താഴെ നമ്മൾ പ്ലഗ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മുകളിലായിട്ട് നമ്മൾ കൊടുക്കുന്നത് 8 അടിക്ക്, അതായത് ലിൻറ്റിൽ നിന്ന് വീണ്ടും ഒരു അടി കൂടി പൊക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു 10 ഇഞ്ച് പൊക്കിയിട്ട്, ഏകദേശം ഒരു 8 അടി വരാവുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ലിൻറ്റിൽ നിന്ന് ഏകദേശം ഒരു 10 ഇഞ്ച് പൊക്കിയിട്ട് നമ്മളൊരു ബോക്സ് വയ്ക്കുന്നത്. അവിടെയാണ് ഹോബിൻ്റെ പ്ലഗ് വരുന്നത്, അതായത് ഹോബിൻ്റെ മെയിൻ പ്ലഗ് വരുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലാബിൻ്റെ ഹൈറ്റ് ഞാൻ പറഞ്ഞില്ല. ഏകദേശം ഫിനിഷിംഗ് ലെവലിൽ, അതായത് ഫ്ലോറിൻ്റെ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 90 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 85-നും 90 സെൻറ്റിമീറ്റർ ഇടയിലാണ് ഒരു സ്ലാബിൻ്റെ ഫിനിഷിംഗ് ലെവൽ. ആ ഗ്രാനൈറ്റിൻ്റെ ടോപ്പ് വരുന്നത് 85 സെൻറ്റിമീറ്റർ 90 സെൻറ്റിമീറ്ററിന് ഇടയ്ക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. സിങ്കിൻ്റെ വേസ്റ്റാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടറിൻ്റെ സ്വിച്ച് എപ്പോഴും സിങ്കിന് അടുത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം സിങ്കിലേക്ക് നമ്മൾ ഇവിടെ ചില ഏരിയകളിൽ നമ്മൾ ഡയറക്റ്റ് വാട്ടർ, കിണറിൽ നിന്ന് വരുന്ന വെള്ളം ഡയറക്റ്റ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട്, നല്ല വെള്ളം ടാങ്കിൽ പോവാതെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടാപ്പ് കൊടുക്കുക. കാരണം 2 ടാപ്പ് ഒരു സിങ്കിൽ വന്നിരിക്കുന്നത്. ഇനി അതല്ല, ചൂടുവെള്ളം കൊടുക്കണമെങ്കിൽ ചൂടുവെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ സാധാ വെള്ളം കൊടുക്കണമെങ്കിൽ സാധാ വെള്ളം കൊടുക്കുക. മോട്ടറിൻ്റെ സ്വിച്ച് തൊട്ടടുത്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായിരിക്കും. നമുക്ക് ഈ സിങ്കിൻ്റെ അടുത്ത് നിന്നിട്ട് വെള്ളത്തിൻ്റെ, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് വെള്ളം തീർന്നു പോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഓണാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്വിച്ച് ബോർഡിൽ വേണം മോട്ടറിൻ്റെ സ്വിച്ച് വയ്ക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരിക്കലും ലൈക്ക് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.